ഒരു സ്റ്റാർ ഹോട്ടലിലെ ഷെഫ് കോസ്റ്റ്ലി ആയ ഒരു സ്റ്റീക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ അത് കണ്ട് കിച്ചണിലുണ്ടായിരുന്ന എല്ലാ സ്റ്റാഫ്സും കൈയടിക്കുന്നു. പക്ഷെ അതിലൊരാൾക്ക് മാത്രം അതിലെന്തോ മിസ്റ്റേക്ക് ഉള്ളത് പോലെ തോന്നുന്നു. അതുകൊണ്ട് അത് സെർവ് ചെയ്യുന്നതിന് മുൻപ് അവൻ വെയിറ്ററിനെ തടഞ്ഞ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവൻ വിചാരിച്ചതുപോലെ തന്നെ അതിൽ ഒരു ഫ്ലേവറും ഇല്ല. ഉടനെ അവൻ കിച്ചണിലേക്ക് തിരിച്ചു വരുമ്പോൾ ഷെഫ് വെള്ളമാണെന്ന് വിചാരിച്ച് സ്ട്രോങ് ആയ ഒരു ലിക്കർ എടുത്ത് കുടിക്കുന്നു. അത് കണ്ട് ഷോക്കായവൻ വേഗം തന്നെ മാനേജറിനെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ഡിഷ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുന്നു. നോക്കുമ്പോൾ അവർക്കും അതിൽ ഒരു ഫ്ലേവറും ഉള്ളതായി തോന്നുന്നില്ല. ഈ സ്റ്റീക്ക് കസ്റ്റമറിന് കൊടുത്തിരുന്നെങ്കിൽ ഹോട്ടലിന്റെ റെപ്യൂട്ടേഷൻ നഷ്ടമാവുമായിരുന്നെന്ന് പറഞ്ഞ് അവർ ചാങ്ങിന് താങ്ക്സ് പറയുന്നു. അപ്പോൾ അവൻ ഇതെല്ലാം വെച്ച് ആ ഷെഫിന് ടേസ്റ്റിംഗ് സെൻസ് നഷ്ടമായെന്ന് ഉറപ്പിച്ച് പറയുന്നു. അത് തെളിയിക്കുന്നതിനായി ആ ഷെഫ് കഴിക്കുമ്പോൾ ചാങ് അദ്ദേഹത്തിന്റെ ബൗളിൽ അളവിൽ കൂടുതൽ ഉപ്പ് ചേർക്കുന്നു. നോക്കുമ്പോൾ ഷെഫ് ഒരു റിയാക്ഷനും ഇല്ലാതെ ആ ഫുഡ് കഴിക്കുന്നു. ഉടനെ ചാങ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങൾക്ക് ടേസ്റ്റിംഗ് സെൻസ് നഷ്ടമായോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഷോക്കായ ഷെഫ് തന്റെ രഹസ്യം എല്ലാവരും മനസ്സിലാക്കിയതറിഞ്ഞ് ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി ഷെഫ് കിച്ചണിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ മാനേജറും ചാങ്ങും ഫുഡ് വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ കാണാനായി വരുന്നു. പക്ഷെ ഇപ്രാവശ്യം അദ്ദേഹം അവർ വാങ്ങിക്കൊണ്ടുവന്ന ഫുഡിന്റെ ടേസ്റ്റ് എല്ലാം കറക്റ്റായി പറയുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ ഷെഫിന് കുറെ നാളുകൾക്ക് മുൻപ് തന്നെ ടേസ്റ്റിംഗ് സെൻസ് നഷ്ടമായിരുന്നു. അദ്ദേഹം ഫുഡിന്റെ സ്മെല്ല് വെച്ചാണ് ഇത്രയും ദിവസവും കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വേറൊരു സ്മെല്ലും വരാത്തത് കൊണ്ടാണ് ആ ഡിഷിന്റെ എല്ലാ ടേസ്റ്റും കറക്റ്റായി പറഞ്ഞത്. അതേസമയം അന്നത്തെ ദിവസം കിച്ചണിൽ നിന്ന് കൂടുതൽ സ്മെൽസ് വന്നത് കൊണ്ടാണ് കൺഫ്യൂഷൻ കാരണം അങ്ങനെ ഒരു മിസ്റ്റേക്ക് നടന്നത്.